സോ ഞാൻ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം. ഇത് ഏതൊരു ജോണറിലുള്ള മൂവിയാണെന്ന് ട്രെയിലർ കണ്ടപ്പോഴും ടീസർ കണ്ടപ്പോഴും ഇതിൻ്റെ മറ്റ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു മാസ് മസാല സാധനമൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല, അങ്ങനെ അത്രയും മാസ് മസാല ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. നമുക്ക് ആദ്യം ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതിന്റെ റൈറ്ററും ഡയറക്ടറും മഹേഷ് നാരായണനാണ്. സുഷിൻ ശ്യാമാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ സീനും എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരുന്നത്. ഇതിന്റെ കഥയിലാണ് എനിക്ക് ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നി. കാരണം ഇത്രയും ഹൈടെക് ആയിട്ടുള്ള ഇത്രയും വലിയ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ അവര് നോട്ടീസ് ചെയ്യാതെ പോകുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ സിനിമ അതെന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിസ്സാരമായിട്ടുള്ള പല പല കാര്യങ്ങളും ഈ നമുക്ക് കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് തന്നെ അയ്യോ അത് വലിയൊരു മണ്ടത്തരമായി പോലും എന്ന് തോന്നുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. സിനിമാറ്റോഗ്രഫി മനുഷ് നന്ദനാണ് സിനിമാറ്റോഗ്രഫി. ഒന്നും പറയാനില്ല, സിനിമാറ്റോഗ്രഫി ഒക്കെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ടെക്നിക്കൽ സൈഡിൽ നിന്ന് നമുക്ക് ഇതിനെ മോശം പറയാനായിട്ട് ഒന്നുമില്ല. ടെക്നിക്കൽ സൈഡെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എഡിറ്റിംഗും അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മഹേഷ് നാരായണനും രാഹുൽ രാധാകൃഷ്ണനും ആണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരാണ് എഡിറ്റേഴ്സ്. ഇനി നമുക്ക് സിനിമയുടെ മെയിൻ പ്ലോട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കറന്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും റിലേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കഥ തന്നെയാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വില എന്ന് പറയുന്നത് ഇൻഫോർമേഷനാണ്, ഡേറ്റയ്ക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വില. അപ്പം നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെയൊക്കെ പ്രൈവസി എത്രത്തോളം കോംപ്രമൈസ്ഡ് ആണ് എന്ന് ഉള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ തീം കാണിക്കുന്നത് സിനിമയിൽ. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എത്രത്തോളം പ്രൈവസി ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നോളജി എത്രത്തോളം നമ്മുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നുണ്ട്, അതൊക്കെയാണ് ഒരു മെയിൻ പ്ലോട്ടായിട്ട് വന്നിട്ട് അപ്പോൾ അതിനെതിരെ കുറച്ച് ആളുകളുടെ ഒരു പോരാട്ടം ആണ് സിനിമയുടെ മെയിൻ പ്ലോട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കാസ്റ്റ്, വലിയൊരു കാസ്റ്റ് സിനിമയിലുണ്ട്. നമ്മുടെ ആക്ട്രസ് രേവതി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീമെയിൽ കഥാപാത്രം. കുറച്ച് ദൈർഘ്യമുള്ളെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ക്യാരക്ടർ അതിനകത്ത് ചെയ്യുന്നുണ്ട്, ഒരു മിനിസ്ട്രി ലെവലിലുള്ള ഒരാളായിട്ട്. അതുപോലെ തന്നെ നയൻതാര സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ഉള്ള ചെറിയൊരു റോളാണ്, അത് കുഴപ്പമില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സറിൻ ഷിഹാബ് എന്ന് പറയുന്ന ഒരു ആക്ട്രസ്, അവർ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അത്യാവശ്യം നല്ല റോളായിരുന്നു അവരുടെ. അതുപോലെ തന്നെ ദർശന രാജേന്ദ്രൻ നമ്മുടെ ഹൃദയം മൂവിയിൽ, അവരും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോളിൽ ഈ സിനിമയിലുണ്ട്. അതെല്ലാം ചെറിയ ചെറിയ റോൾ. ഇത്രയും കുറേ അധികം ആക്ടേഴ്സും ആക്ട്രസും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും റോള് ചെറിയ ചെറിയ റോളുകളാണ്, അധികം സ്ക്രീൻ ടൈം ഇല്ല. ഇനി നമുക്ക് മേജർ കാസ്റ്റിലേക്ക് വരുമ്പോൾ, മേജർ റോൾസിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് മമ്മൂക്കയാണ് ഈ സിനിമയുടെ ലീഡ്. ഈ സിനിമയുടെ ലീഡ് എന്ന് പറയുന്നതും ഈ സിനിമയുടെ ടൈറ്റിൽ ക്യാരക്ടർ എന്ന് പറയുന്നതും മമ്മൂക്കയാണ്. മമ്മൂക്കയ്ക്ക് സിനിമ തുടങ്ങിയ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ മമ്മൂക്കയുടെ ഇൻട്രോ വരുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ മമ്മൂക്കയെ കാണിച്ചു തുടങ്ങുന്നത്. പിന്നെ അവസാനം വരെ ഉള്ള ഒരാളെന്ന് പറയുന്നത് മമ്മൂക്കയാണ്. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് റോളിൽ വരുന്നുണ്ട്. ഫഹദ് ഫാസിൽ വരുന്നുണ്ട്. ഫഹദ് ഫാസിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പിന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ നമ്മുടെ ലാലേട്ടൻ്റെ റോളിനെ കുറിച്ച് പറയുമ്പോൾ ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് പേഴ്സണലി ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റാറാണ് അദ്ദേഹം. ഇപ്പം മമ്മൂക്ക പോലെ തന്നെ അത്രയും വലിയൊരു സ്റ്റാറാണ്. അപ്പം നമുക്ക് പലപ്പോഴും അറിയാം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ സൗഹൃദങ്ങളുടെ പേരിലൊക്കെ പലപ്പോഴും പല ക്യാരക്ടേഴ്സും എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓക്കെ പറഞ്ഞാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ അത്രയും വലിയൊരു സ്റ്റാർ ചിലപ്പോൾ ഇപ്പോൾ വേറൊരു ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കില്ല, ഉറപ്പാണ്. ഇപ്പോൾ തമിഴിലായാലും തെലുങ്കിലായാലും കന്നഡയിലായാലും ഹിന്ദിയിലായാലും വേറൊരു സ്റ്റാർ ഇങ്ങനെയുള്ള റോള് മറ്റൊരു സ്റ്റാർ ലീഡ് ചെയ്യുന്ന പടത്തിൽ ഇങ്ങനൊരു റോള് ഒന്നും ചെയ്യില്ല, അത് 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനൊരു റോള് പുള്ളി വന്നിട്ട് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഗ്രേറ്റ്നെസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു ഏജിലും നമ്മുടെ ഇൻഡസ്ട്രി ഹിറ്റിടാൻ കേപ്പബിൾ ആയിട്ടുള്ള വലിയൊരു സ്റ്റാറാണ് അദ്ദേഹം. അപ്പോൾ തുടരും തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് ഇങ്ങനെ ഒരു റോള്, ഞാനൊരു സെക്കൻഡ് ഹാഫിലാണ് പുള്ളി വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തുടക്കത്തിലൊക്കെ അത്യാവശ്യം വന്നിട്ടാ ഇത് നല്ല അടിപൊളിയായിട്ട് ജില്ലെന്ന് പോകുന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്നൊരു അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രീതിയിലൊരു പരിപാടി, അതെനിക്ക് തീരെ കഥയത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ എനിക്കത് അങ്ങോട്ട് അത്രയും ഒരു അക്സെപ്റ്റബിൾ ആയി തോന്നിയില്ല. ഞാനൊരു മമ്മൂക്ക ഫാനും അല്ല, ഞാനൊരു ലാലേട്ടൻ ഫാനും അല്ല, പക്ഷെ ഞാനൊരു കോമൺ മാൻ, ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ചിലപ്പം ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ റോളായിരിക്കാം. ഈ പറയുന്ന പോലെ മമ്മൂക്ക ചോദിച്ചപ്പോൾ ലാലേട്ടനോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ പുള്ളി ഓക്കെ പറഞ്ഞായിരിക്കാം. പക്ഷേ അങ്ങനെ ഓക്കെ പറഞ്ഞപ്പം പിന്നീട് ആ എഴുതി വെച്ച കാര്യത്തിൽ അവരൊരു മാറ്റം വരുത്തുക, ചിലപ്പോൾ അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ആ റോൾ അതുപോലെ തന്നെ വെച്ചിരിക്കാനും സാധ്യത. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ 2 സ്ട്രോങ് പില്ലേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇത് കുറച്ചുകൂടെ ഒന്ന് ചെറിയ രീതിയിലൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള പരിപാടികളെ കാണിക്കാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ റോൾ അങ്ങനെ കൊണ്ടുപോയി നിർത്തേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു കാണുന്നവർക്ക് നമുക്കൊരു എനർജി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഞാൻ ഫസ്റ്റ് ഷോയ്ക്കാണ് 9:15 ഫസ്റ്റ് ഷോയ്ക്കാണ് പോയത്. AC സിനിമ എന്ന് കാണേണ്ടത് ഹൗസ്ഫുൾ ആയിരുന്നു. ഒരു ഫ്രൈഡേ ആയിട്ടൊരു ഫസ്റ്റ് ഷോ ആയിട്ട് പോലും ഫാമിലി നല്ലപോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം അങ്ങനെ അത്രയും നല്ലൊരു ഓപ്പണിങ് എന്തായാലും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലാണ്, ലാലേട്ടൻ്റെ റോൾ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. പിന്നെ കുഞ്ചാക്കോൻ്റെ റോളിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറാണ്, ഒരു സോൾജിയറാണ്.
പിന്നെ ഞാൻ നോട്ടീസ് ഒരു കാര്യം, ഫഹദ് ഫാസിലിൻ്റെ ഇതിനകത്തുള്ള ക്യാരക്ടർ നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് പുള്ളി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ട്രാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ശിവകാർത്തികനായിട്ട് ചെയ്തിട്ടുള്ള ആ മൂവി ആണെങ്കിലും, അപ്പോൾ ആ ഒരു കോർപ്പറേറ്റ് ടൈപ്പ് ആ ഒരു ക്യാരക്ടറും അതൊരു സ്പീച്ച് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഫേസ് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കും. അതൊക്കെ മുമ്പ് പല സിനിമയിലും നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറയുമ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ 4 പേരും ഈ പറയുന്ന പോലെ ഡിഫൻസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് സോൾജിയർ അല്ലെങ്കിൽ എയർഫോഴ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് നമുക്ക് പറയാം. ഇപ്പം മമ്മൂക്ക എന്ന് പറയുന്നത് ടെക്നോളജി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഹെഡായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ലാലേട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ യൂണിഫോമിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം പുള്ളി ഒരു സോൾജിയറാണ്. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് നമുക്കൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് സ്റ്റോറി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് പോയി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയത്. എന്നാലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടലി നോക്കുമ്പോൾ ഒരു ഡീസൻറ്റ് മൂവി എന്ന് പറയാം. ഫൈറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഫൈറ്റ് ആണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് പുള്ളി ഫ്ലൈറ്റിൽ വെച്ചിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അത് അത്യാവശ്യം അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് തോന്നുന്നൊരു ഫൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ്റെ ഒരു ലിഫ്റ്റിൽ വെച്ചിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അതും അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. പിന്നെ ക്ലൈമാക്സിൽ കുഞ്ചാക്കോ ബോബനും അതുപോലെ തന്നെ ഫഹദ് ഫാസിലിന് ഒരു ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ രാജീവ് മേനോൻ, അദ്ദേഹം ഇതിനകത്തൊരു സെൻട്രൽ മിനിസ്റ്ററുടെ റോൾ ചെയ്യുന്നുണ്ട്. രാജീവ് മേനോൻ നമ്മുടെ എനിക്ക് തോന്നുന്നു ഹരികൃഷ്ണൻസിനകത്ത് ഗുപ്തനാണെന്ന് തോന്നുന്നു. അദ്ദേഹം നല്ലൊരു റോളിനകത്ത് ചെയ്യുന്നുണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് നോക്കുകയാണെങ്കിൽ അത്ര അടിപൊളി സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും അടിപൊളി ഒരു സിനിമയായിട്ട് പറയാൻ സാധിക്കില്ല. എന്നാൽ മോശം സിനിമയാണെന്ന് വെച്ചാൽ മോശം സിനിമയല്ല, ഒരു ഡീസൻറ്റ് മൂവി ആയിട്ടാണ് എനിക്ക് ടോട്ടലി ഫീൽ ചെയ്തത്. ഇപ്പം പ്രേക്ഷകൻ ആ ഒരു ഫീൽ കൊടുക്കുന്ന കാര്യത്തിൽ മഹേഷ് നാരായണൻ്റെ തന്നെ തൊട്ട് മുമ്പിറങ്ങിയ മാലിക് ഒക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രത്തോളം ഒരു ഫീൽ കിട്ടുന്ന രീതിയിലായിട്ടില്ല. എനിവേ എന്തായാലും നമുക്കൊരു വൺ ടൈം വാച്ചബിളിനുള്ള പടമുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷേ കുറച്ച് പോരായ്മകൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് അനുഭവമായിട്ടാണ് ടോട്ടലി തോന്നിയത്.